യൂട്യൂസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂസ് മീഡിയ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്ന് നടക്കുന്ന എപ്പിസോഡിനെ കുറിച്ച് ചെറുതായിട്ട് ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മൾ കണ്ട് ശീലിച്ചു കഴിഞ്ഞതാണല്ലോ ഇപ്പൊ ഇത്. ഇവിടെ എന്തൊക്കെയായിരിക്കും, ഇവിടെ നമ്മുടെ ലാലേട്ടൻ വരും, നമ്മൾ വിചാരിക്കും ഇപ്പോൾ മല മറിക്കും, ഒന്നും സംഭവിക്കാൻ പോകില്ല. അവിടെ സംഭവിക്കാൻ പോണ കാര്യങ്ങൾ ഏകദേശം ഒക്കെ നമുക്ക് ഉള്ളിൽ ഒരു ധാരണയുണ്ട്. ഇത് വളരെ പ്രഡിക്റ്റബിൾ ആണ്. പിന്നെ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്, ക്ലീഷയാണ്. അതെ, അതിൽ നിന്ന് മാറാനൊന്നും പോകുന്നില്ല. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുത്. അപ്പൊ ഞങ്ങളുടെ ഒരു രീതിയിൽ ഞങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, എന്തായാലും ആദ്യം തന്നെ നെവിനെ വിളിച്ചിട്ട് നെവിനോട് പറയും, നെവിനെ അതെ അമേരിക്കയിൽ നിന്ന് കമ്പിളി പതിപ്പ് കൊടുക്കുന്നതൊന്നും ആരോടും പറയരുത്. ആ ഒരു ബന്ധം വെച്ച് ഞാൻ നിനക്ക് പ്രത്യേക പരിഗണനയും അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് കരുതി അതിന്റെ പേരിലാണ് നടന്നെന്ന് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചിലാണ്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ ഞങ്ങളുടെ പുറകിലുണ്ട്. അല്ലേ, ചോക്ലേറ്റ് കൊണ്ടു കൊടുത്താണ്. തീർച്ചയായിട്ടും ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും എത്തിച്ചു കൊടുത്തൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇന്ന് എത്തിക്കുന്ന ലെവലില് ഏത് ലെവലിലേക്ക് ലാലേട്ടൻ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണെങ്കിലും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രം നമുക്ക് എടുത്തു പറയാം. അതിനെക്കുറിച്ച് ലാലേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അത് മെയിൻ ഇഷ്യൂ നമ്മൾ പറഞ്ഞതിനകത്ത് ഒന്ന് മറ്റേ വെള്ളം ഒഴിച്ച സംഭവം തന്നെയായിരുന്നു. അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച സംഭവം. അതെ, അതെങ്ങനെയായിരിക്കും ലാലേട്ടൻ അത് അവതരിപ്പിക്കുക? ഒന്ന് വെറുതെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. അത് നമ്മളാണെങ്കിൽ നെവിനെ നിന്റെയൊക്കെ ഒരു ഗതികേടേ, അതായത് പാദസേവ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള ലെവലിൽ അതിനെ കുറിച്ച് ചോദിക്കുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇതിപ്പോ അനുമോള് എന്താ അനുമോളെ ബെഡിലല്ലേ ഒഴിച്ചുള്ളൂ. അനുമോൾ നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? ബെഡിൽ വെള്ളം ഒഴിക്കാൻ വരുന്ന കാണുമ്പോ ഇറങ്ങി ഓടണ്ടേന്നൊക്കെ ആയിരിക്കും ലാലേട്ടൻ ചോദിക്കുക. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും. അതായത് അനുമോളോടുള്ള സ്നേഹം കാരണം അനുമോളെ കുളിപ്പിക്കാൻ വന്നപ്പോ എന്തുകൊണ്ട് അത് വളരെ മോശമായി തെറ്റിദ്ധരിച്ചു. അനുമോൾ എന്തിനാ അവിടെ പ്രൊവോക്ക് ചെയ്തു, നെവിനെ മാന്തി എന്നൊക്കെ എന്തിന്? അതായത് തന്റെ ദേഹത്ത് കുറച്ച് 2-3 ഉറ്റ് വെള്ളം ഒറ്റിക്കാൻ വന്നതിന്റെ പേരിൽ എന്തിനാ ഡപ്പ കുടഞ്ഞത് പോലും അല്ല, അറിഞ്ഞുകൊണ്ട് കുടഞ്ഞ പോലെ തെറിച്ചത്. വെള്ളം തെറിച്ചതിനാണോ അനുമോള് മാന്തിയത്? കപ്പിലല്ലേ കൊണ്ടുവന്നത്. അപ്പൊ ആ കപ്പ് എന്തിന് തട്ടി മാറ്റാൻ ശ്രമിച്ചു. കുറച്ച് വെള്ളല്ലേ, അതിന് ആയിപ്പോയാ തുടച്ചു കളഞ്ഞാ പോകുന്നതായിരുന്നില്ലേ? അങ്ങനെ ചെയ്താ പോലെ. അടുത്ത വരാൻ പോണതായിരിക്കും. അനുമോൾ എന്തിനാണ് വേറെ സ്ഥലത്ത് പോയി കിടന്നത്? അവിടെ എത്ര ബെഡ് ഉണ്ട് കിടക്കാൻ, അവിടെ കിടന്നാ പോരായിരുന്നോ എന്നുള്ളതായിരിക്കും അടുത്തത്. എന്നിട്ട് ലാലേട്ടന്റെ ഫസ്റ്റ് പ്രൊമോയിലേക്കും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോവാം. കുണുവാവ കളിയാണല്ലേ, ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ ആ സാധനം. അപ്പൊ ഈ സമയത്ത് ബുള്ളിയും ടീം ഉണ്ടല്ലോ, ആരിനും അക്ബറും റെഡി ആയിട്ടിരിക്കും. നെവിന് എന്തായാലും അധികം തല ഉയർത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല, അവസരം കിട്ടും. കാരണം കിട്ടി വെച്ചിരിക്കുന്ന ആ ലെവലിലേക്കുള്ള ഒരു പരിപാടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്ക് ബുള്ളിയും ചെയ്യാനുള്ളൊരു ആവതുണ്ടാവില്ല. ഓക്കെ, പക്ഷെ മറ്റുള്ളവർ രണ്ടുപേരും അത് ആഘോഷിച്ച് അതിനെതിരെ ആ സമയത്ത് ലാലേട്ടന്റെ കൂടെ നിന്ന് സംസാരിക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല ചിരിക്കും. അടുത്തത് കപ്പടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് അവിടെ ഇരുന്ന് കടന്ന് എന്തല്ലേ അത് കഷ്ടപ്പെടുന്നില്ല, കപ്പടിച്ചോട്ടടാ എന്ന് പറഞ്ഞൊരു കളിയാക്കിയ സാധനല്ലേ, ആ ലെവലിലേക്ക് രാജാക്കന്മാര് മാറും, ആരിനും അക്ബറും. തീർച്ചയായിട്ടും. പിന്നെ അടുത്തത് എന്തായിരിക്കും വരിക? അടുത്ത ഷാനവാസിന്റെ തന്നെ ആയിരിക്കും. അല്ല, അതിനു മുൻപ് ഇപ്പൊ എന്തായാലും പാദസേവ ചെയ്താണോ അനുമോളുടെ. അപ്പൊ തീർച്ചയായും രാജാക്കന്മാരുടെ പാദസേവ ചെയ്യാനായിട്ട് കുറച്ച് കിണ്ടിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരെ കൊണ്ട് മൊത്തം ആരിന്റെയും അക്ബറിന്റെയും പ്രത്യേകിച്ച് അക്ബറിന്റെ കാലിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു വന്നു. ഞങ്ങൾക്ക് അതാണ് ലക്ഷ്യം. പക്ഷെ ഇത് മാത്രമായി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംശയിച്ചാലോ സംശയം തോന്നുമല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും കഴിക്കോന്നുള്ള രീതിയിലേക്ക് വരും. എന്താണെങ്കിലും അടുത്തത് ലാലേട്ടൻ മെയിൻ ആയിട്ട് ചോദിക്കാൻ ഷാനവാസിന്റെ ദേഹത്ത് പാല് ഒഴിച്ച സംഭവമായിരിക്കും. എന്തായിരിക്കും അതെങ്ങനെയായിരിക്കും ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുക? ഇതിപ്പോ പാദസേവ എന്ന് പറഞ്ഞതുപോലെ തന്നെ പാലാഭിഷേകം ചോദിക്കാൻ പോണ ഇങ്ങനെയായിരിക്കും. നെവിൻ പാലാഭിഷേകം ചെയ്യാൻ വന്നിട്ട് നിങ്ങൾ എന്താണ് സുഖമില്ലാത്തതുപോലെയൊക്കെ ഡ്രാമ കളിച്ചത്? അത് പാലാഭിഷേകം ചെയ്യാനല്ലേ വന്നത്? എന്റെയൊക്കെ ഫ്ലെക്സിൽ എത്ര തവണ എത്ര പേര് പാലാഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ ചോദിക്കുന്ന എങ്ങനെയായിരിക്കും? നിങ്ങൾ അക്ബറല്ല ഷാനവാസ് പാലിന്റെ കവർ നെഞ്ചും കൊണ്ടാണോ തടുക്കുന്നത്? ഒഴിഞ്ഞു മാറണ്ടേ? അതായിരിക്കും ചോദിക്കുക. വെട്ടിയൊഴിയണ്ടേ? അതിനുള്ള കഴിവില്ലേ? നിങ്ങൾ ബിഗ് ബോസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിച്ചിരുന്നത്? ഇതിലേക്ക് മത്സരിക്കാൻ വരുമ്പോ ഇങ്ങനെ പല കാര്യങ്ങളൂടെ സംഭവിക്കില്ലേ? അതൊക്കെ വെട്ടിയൊഴിഞ്ഞ് മാറി പോവല്ലേ വേണ്ടത്? എനിക്ക് ഒരാളെ ഹൃദയം പൊട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വേദന തോന്നുന്നത് എന്റെ ജിസേൽ മോളുടെ ഹൃദയം പൊട്ടിയാൽ മാത്രമേ എന്റെ ഹൃദയം പൊട്ടുള്ളൂ.
നിങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടി എനിക്ക് ഒരു ചുക്കുമില്ല. രാജാക്കന്മാർക്ക് വേണ്ടി പല പ്രജകളും വീണിട്ടുണ്ട്, അയ്യോ ബടത്തലന്മാർ വീണിട്ടുണ്ട്. പിന്നെ അതിൽ ഒരാളായിട്ട് കണക്ക് കൂട്ടുന്നു. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ കണക്ക് കൂട്ടുന്നുള്ളൂ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്തത് അനീഷിനോടായിരിക്കും. അനീഷ്, നിങ്ങളിവിടെ 3 നേരം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അനീഷാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ 3 നേരം ഫുഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഒരു സാധനം വരുന്നത്, കാരണം ഇത് ഇതേപോലെ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കൂടെ നോട് ചോദിക്കും, ടിക്കറ്റ് ടു ഫിനാലെ 8 മത്സരങ്ങള് മാച്ചുകൾ തന്നു, അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്കില്ല, നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുകയാണോ, അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തത്? തീർച്ചയായിട്ടും ഈ ചോദ്യം വരും. ഇതൊക്കെ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. പ്രൊമോ വന്നപ്പോ എന്താണ്? അതെ, പ്രൊമോ വന്നപ്പോ ഉരുള. നമ്മൾ എന്താ വിചാരിച്ചിരുന്നത്, ഷാനവാസിന്റെ, അത് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനവാസിന്റെ എടുത്തിട്ട് അലക്കിയ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നൊരു വരവുണ്ട്, ചോദിച്ചൊരു രീതിയുണ്ട്, അതിന്റെ കാൽ ഭാഗം ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രൊമോയില്. പ്രൊമോ കണ്ടാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞുതരാം. അതായത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നെവിനോട് നിങ്ങളൊന്ന് ചീത്ത പറയുന്നത് പോലെ, അതായത് നമ്മൾ ശാസിക്കുന്നത് പോലെ ലെവലിലേക്ക് ഇത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, വഴി, അതൊന്നും ആൾക്ക് ഓർമ്മല്ല, അതിനുള്ള അത് കിട്ടൂലല്ലോ. അപ്പൊ അതൊന്നും അറിയാതെ വെറുതെ 2-3 ചീത്ത വിളിച്ചിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. തീർച്ചയായിട്ടും അത് ഒന്നിൽ നിന്ന് എത്തിക്കുന്നില്ല, അതെ, കണക്ഷൻ പോലും കിട്ടുന്നില്ല. ഇനി അത് എപ്പിസോഡിൽ വരുമ്പോ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ലാലേട്ടൻ ഇങ്ങനെ വന്ന് ചെയ്യുന്ന ഈ സീനുകൾ നമുക്ക് കാണുമ്പോ തന്നെ ഏകദേശം നമുക്ക് അറിയാം അതെ അതെന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ എടുത്ത് ചോദിക്കാൻ പോണ കാര്യം നൂറേനോട് ചോദിക്കുന്നതായിരിക്കും. ഭക്ഷണം പണിയെടുത്താലേ ഭക്ഷണം കിട്ടുള്ളൂ നൂറ, അതിലെന്താ തെറ്റെന്നുള്ളതായിരിക്കും അടുത്ത് ചോദിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി വെച്ചതല്ലേ, നിങ്ങൾ എങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ടുപോയി ഒറ്റയ്ക്ക് സാപ്പിടുന്നു? അതെ, അതും പറയും, പണിയെടുക്കുന്നവർക്കേ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ, അവര് പറഞ്ഞതിനകത്ത് എന്ത് തെറ്റാ ഉള്ളത്? അപ്പൊ തിരിച്ചു പറയും, അതായത് നെവിനൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുത്തോ? അല്ല, നെവിനും അക്ബറും ആര്യനും അവർക്ക് വേണ്ടത് അപ്പപ്പെടുത്ത് കഴിക്കുന്നുണ്ടല്ലോ ലാലേട്ടാ എന്ന് നൂറ ചോദിക്കുമ്പോ പറയും, അവര് ക്യാപ്റ്റൻസ് അല്ലേ, അവര് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ, നിങ്ങളല്ലേ വാശി പിടിച്ചിട്ട് നിങ്ങൾ അവരുണ്ടാക്കിയത് നിങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഫുഡ് കഴിക്കണ്ടേന്ന് ചോദിക്കും. പിന്നെ തീർച്ചയായിട്ടും അതേ സംഭവിക്കും, തീർച്ചയായും. പിന്നെ അനീഷിനോട് ഇത് തിരിച്ചും ചോദിക്കും, അതായത് നൂറയോട് ഇത് ചോദിച്ചു, ഏത് ജോലി ചെയ്താലല്ലേ നിങ്ങൾക്ക് ഫുഡ് കിട്ടുള്ളൂ. ഇനി നെവിന്റെ കാര്യത്തില്, മോനെ ഫുഡിന്റെ കുറച്ചും കൂടി റേഷൻ കൂട്ടി തരണം, നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോട്ടീനൊക്കെ തരണോ, രാത്രിയിൽ 2 മണിക്കൊക്കെ ഫുഡ് കഴിച്ചോട്ടോ, 2 മണിക്കോ 1:30ക്കോ, അതായത് പണ്ടൊക്കെ 5 നേരം 6 നേരം, ഇപ്പൊ അത് 15 നേരം ആക്കി. അത് ഫുഡ് കഴിച്ചാലല്ലേ നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് എനർജി വേണ്ടേ, അതിനുള്ള പ്രോട്ടീൻ ഒക്കെ തരുന്നുണ്ട്. പിന്നെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഗെയിം, അത് ഏറ്റവും പ്രത്യേകം എടുത്തിട്ട് അഭിനന്ദിക്കും ആര്യനെയും അക്ബറിനെയും നെവിനെയും. കാരണം ടിക്കറ്റ് ടു ഫിനാലെ വരുന്നു, ഈ മലയാളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി. അതായത് ഫുഡ് കൊടുക്കാതെ തളർത്തിയിട്ട് എതിരാളികളെ തകർക്കുക. പണ്ടൊക്കെ മറ്റേ ഹിറ്റ്ലറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ അവരുടെ യുദ്ധമുറകളായിരുന്നു. അതായത് എതിർ രാജ്യത്തേക്കുള്ള ഫുഡുകളൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യാം, എന്നിട്ട് അവരെ തളർത്തിയിട്ട് അവരെ പരാജയപ്പെടുത്താം. ഈ ഒരു മെത്തേഡാണ് ഇവര് 3 പേരും കിങ്ങുകൾ 3 പേരും യൂസ് ചെയ്തിരുന്നത്. പഴയ സംഭവത്തിലേക്ക് പോയി കിങ്സുകളാ. പക്ഷെ അക്ബർ രാജകുമാരൻ അങ്ങനെ പഴയ ട്രെൻഡ് ഒന്നും പിടിക്കാത്ത ആളാണ്, അയാള് പുതിയ ആളാണ്. പക്ഷെ അത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ പഴയതാണ് അക്കു രാജകുമാരൻ. അക്കു എന്തായാലും BB മെറ്റീരിയൽ ആണ് എന്നുള്ള രീതിയിൽ അത് ചിലപ്പോ ഒരു കത്തിലൂടെ അനൗൺസും ചെയ്യും. അതായത് ഇതുവരെ വന്നതിലെ ഏറ്റവും മികച്ച BB മെറ്റീരിയൽ അത് അക്കുമോനാണെന്ന്. അതായത് അതിനൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കും, ബീൻ ബാഗ് മെറ്റീരിയൽ. ഇനി മറ്റൊരു കാര്യം നെവിനോട് ചോദിക്കാൻ പോണ ഒരു സംഭവത്തെ കുറിച്ച് പറയാം. നെവിനോട് എന്തായാലും അത് ചോദിക്കും. നെവിനെ, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ഒക്കെ, ദീപാവലി സ്വീറ്റ്സ് ഒക്കെ കിട്ടിയില്ലേ, ഹാപ്പി ആയിരുന്നോ? കുറഞ്ഞു പോയോ? മധുരം കുറവുണ്ടായിരുന്നു അല്ലേ? പിന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടല്ലോ. നെവിന് കൊടുക്കാതെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നെവിൻ അവിടുത്തെ ക്യാപ്റ്റൻ അല്ലേ? നെവിനുള്ള ഫുഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണ്ടേ നിങ്ങൾ കഴിക്കാൻ? നിങ്ങൾക്ക് ഒരെണ്ണത്തിന്റെ പകുതിയൊക്കെ കഴിക്കുക, ബാക്കിയൊക്കെ നെവിൻ കഴിക്കും. ഞാൻ അമേരിക്കന്ന് വരെ ചോക്ലേറ്റ് കൊണ്ടുവന്നു എന്റെ വീട്ടുകാർക്ക് പോലും കൊടുക്കാറില്ല, ഞാൻ നെവിന് വേണ്ടിട്ടാ, എന്റെ പൊന്നുമോന് വേണ്ടിട്ടാ, നെവിൻ മോന് വേണ്ടിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പൊ ആ ഒരു സ്നേഹം നിങ്ങൾ അവനോട് കാണിക്കണ്ടേ? പിന്നെ ഇതൊക്കെ കാണിക്കണം. ഓടിപ്പോയ ആളെ വരെ തിരിച്ചു കൊണ്ടുവന്ന വലിച്ചു പിടിച്ചു കൊണ്ടുവന്നതാ. ആ സ്നേഹം എല്ലാരും കാണിക്കണം. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് എന്തായാലും ഒരു കുരുതി അടക്കും. അതെന്തായാലും ഉണ്ടാവും. അതായത് കുരുതി ടീമിന്റെ കൂടെ കൂടിയോ അക്ബറിന്റെ കൂടെ കൂടിയോ അവിടെ കുരുതി സംഭവിച്ചിരിക്കും. വീക്കെൻഡ് എവിക്ഷൻ വന്നോ അതിൽ ഒരാൾ പോയിരിക്കും. അതെ. ഇനി വീണ്ടും പറയുന്നു, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അതിന് ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ 5ലേക്ക് എന്നുള്ളത് തന്നെയായിരിക്കും ശ്രമം. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനെ തള്ളി നീക്കാൻ കഴിയില്ല. പക്ഷെ അതില് ഫൈനൽ 5 വന്നു എന്നുള്ളത് ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ. അതിനുവേണ്ടി സഹായം വരും, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. എല്ലാം അക്കുമന് വേണ്ടി. ജിസേല് പോയത് നമ്മൾ തെറ്റിദ്ധരിച്ചു. ജിസേല് പോയത് ആരിന് വേണ്ടിട്ടായിരുന്നു നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അതും അക്കുമോന് വേണ്ടിട്ട് തന്നെയുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു. അതിനുശേഷം അതിന്റെ ഫസ്റ്റത്തെ ഒരുക്കത്തിലൊന്നാണ് അപ്പാനി. അതെ അതെ, ഫസ്റ്റ് പോയത്. അപ്പാനിക്ക് ശേഷം ജിസേല് പോയി. അത് ആ ഒരുക്കത്തിൽ പെട്ടത് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് ആരൊക്കെ ഔട്ടായി പോയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഇപ്പൊ പോകാനുള്ള ആളെയും അതുകൂടെ ഒന്ന് ഓർത്തോളാം. ഇന്നിപ്പോ എന്തായാലും എപ്പിസോഡിൽ ഒരാൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാതെ എത്രമാത്രം ശരിയാണെന്നുള്ള എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാണ് എപ്പിസോഡിന് വേണ്ടിയിട്ട്. ശരിക്ക് വലിയ വൻമരങ്ങളെ ഇപ്പൊ പുഴങ്ങി വീഴും എന്നുള്ള ലെവലിലേക്ക്, കട്ടപുഴങ്ങുന്ന ലെവലിലേക്ക് നിൽക്കുമ്പോ എന്താ ചെയ്യാ? ഏറ്റവും കനം കൂടി നിൽക്കുന്ന കൊമ്പുകൾ എങ്ങനെ മുറിച്ചു മാറ്റും അല്ലേ? ഉറപ്പല്ലേ? അല്ലേ? വലിയ കൊമ്പുകൾ മുറിച്ചു മാറ്റും. അതായത് ഏറ്റവും കായ്കളുള്ള ശിഖരങ്ങൾ ഇങ്ങനെ വെട്ടി 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 ലാസ്റ്റ് ഇത് എങ്ങനെയൊക്കെ നിൽക്കണം എന്ന് കരുതി ഇവരെന്ത് ചെയ്യും? ഇത് വെട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിന് ലാസ്റ്റ്, അതായത് ഇതിനൊരു അന്ത്യമുണ്ട്. അതായത് ഇങ്ങനെ വെട്ടുന്തോറും ഇതിന്റെ കനം പോകുമെങ്കിലും പക്ഷെ ഈ മരം എന്ത് ചെയ്യും? പിന്നെ ജീവിക്കാൻ കഴിയാതെ അത് ഉണങ്ങി, ശാഖകളില്ലാതെ അതുങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതാണ്. എന്താണെങ്കിലും നമ്മളിപ്പോ നേരത്തെ വീഡിയോ ഇല്ലേ, അതിന്റെ അടിയിലൊന്നും നോക്കോട്ടോ, പൂരാ തെറി എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തുമ്മല് വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നീ രക്ഷപ്പെട്ട്, ഞാനാണ് അതിനകത്ത് പെട്ടത്. നീ രക്ഷ, ഞാൻ പെട്ട്. ഇതാണ് സംഭവിച്ചത്. ശരി എന്നാ. അപ്പൊ രാത്രി നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് നാളെ രാവിലെ പാക്കല. ബൈ. കുറെ കളറുമായിട്ട് വരാം.